ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിരുന്നു. അത് പക്ഷേ ഒരിച്ചിരി നീളം കൂടുതലാണ്, എല്ലാവർക്കും അത്രയും കാണാൻ സമയം കാണത്തില്ല. അപ്പോൾ ഇനിയും തൊട്ട് ഞാൻ മിക്ക റെസിപ്പീസിൻ്റെയും ക്വിക്ക് റെസിപ്പീസ് ഞാൻ ഇടാൻ പോവാണ്. അതായത് 3 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന റെസിപ്പീസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറച്ചിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ പാത്രത്തിലേക്ക് ആദ്യം 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു 17-18 ഗ്രാമ്പു, 1 ഇഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള ഒരു 8 കഷ്ണം കറുവാപ്പട്ട, ഒരു 10-12 ഏലയ്ക്ക, മുഴുവനെയുള്ള കുരുമുളക് ഒരു 20-22 എണ്ണം കൂടെ ഇട്ടിട്ട് അതിൻ്റെ മണമൊന്ന് മാറി വരുമ്പോഴത്തേക്ക് പിന്നെ അതിലോട്ട് ചേർക്കാനുള്ളത് 1 ഇഞ്ചിൻ്റെ ഒരു 4-5 കഷ്ണം ഇഞ്ചിയും, സാമാന്യം വലിപ്പമുള്ള 3 കുടം വെളുത്തുള്ളിയും, 12 പച്ചമുളകും എല്ലാം ഒന്നിച്ച് ചതച്ചതിൻ്റെ 4/3 ഭാഗവും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരുമാതിരി ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ഒരു 8 സവാളയുള്ളി മുറിച്ചതും കൂടെ ഇതിനൊപ്പമിട്ട് 1-1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു 8 തക്കാളിയാണ്. പിന്നെ നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ 6 എണ്ണമായാലും മതിയാവുമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ച് ചതച്ചതിൻ്റെ 1/4 ഭാഗം നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടു. ബാക്കി 1/4 ഭാഗം നമുക്ക് ബീഫ് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. എൻ്റെ ചാനലിൽ ഇനി നിങ്ങൾ പോയി നോക്കിയാൽ ക്വിക്ക് റെസിപ്പീസ് എന്നും പറഞ്ഞുകൊണ്ട് പ്ലേലിസ്റ്റിൽ ഒരു സെക്ഷൻ കാണും. അതിനകത്ത് ക്വിക്ക് റെസിപ്പീസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ലെങ്തി ആയിട്ടുള്ള വീഡിയോയുടെ തന്നെ സെയിം റെസിപ്പി ഷോർട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാമേ. ഇപ്പോൾ വലിയ പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ 8 തക്കാളി മുറിച്ചതും കൂടെ അതിനകത്ത് ചേർത്തിട്ട് അതൊന്ന് നല്ലതായിട്ട് ഒന്ന് ഒതുങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തക്കാളി അങ്ങ് വഴറ്റി കിട്ടും. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബീഫ് എടുത്തിരിക്കുന്നത് 1 കിലോയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിൻ്റെ 1/4 ഭാഗവും ഒരു 4-5 കപ്പ് വെള്ളവും 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുക്ക് ചെയ്തതാണ്. നിങ്ങൾക്കറിയാലോ, ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ അരി പാകം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ബീഫ് കുക്ക് ചെയ്തതിൻ്റെ വെള്ളം കളയാതെ മാറ്റി വെച്ചേക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് വലിയ പാത്രം വേണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മൾ ആ സവോളയും എല്ലാം കൂടെ വഴറ്റിയത് ആ പാത്രത്തിലോട്ടിട്ട് 4 കപ്പ് ബിരിയാണി അരി അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഊറ്റി വെച്ച് അതും ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ 1/3 ഭാഗവും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് 1-1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. പിന്നെ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആ ഇറച്ചി വേവിച്ചതിൻ്റെ ചാറ് 4 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 2 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ടൈറ്റായിട്ടുള്ള ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കണേ. അതുപോലെ ആ മൂടിയിൽ ചെറിയ ഹോള് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോയിലോ വെല്ലം ചുരുട്ടി ആ ഹോളൊന്ന് അടയ്ക്കണേ. എനിക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ. ആ 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം മൂടി തുറന്ന് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാതിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്